കർണാടകയിൽ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി അനുഷയുണ്ട്. അനുഷ, വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഒപ്പം തന്നെ ഇതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഒന്നും തന്നെ അവിടെ ഇല്ല. അവിടെ ഒരു ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹമാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉള്ളത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് സന്ദീപ് വാര്യരെ പോലെയുള്ള BJP അനുകൂലികൾ പങ്കുവെക്കുന്നത്. പക്ഷേ ആ നിലക്കാണോ അവിടെ കാര്യങ്ങൾ? പക്ഷേ ഏതാണ്ട് 40% കമ്മീഷൻ സർക്കാരാണ് തുടങ്ങിയ വിമർശനങ്ങൾ പോലും ഒരു ഘട്ടത്തിൽ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നാണ് പൊതുവിലുള്ള ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണോ? തീർച്ചയായും എബി, വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം കർണാടകയിൽ BJPക്ക് എതിരെ ഉണ്ട് എന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് BJP ഇത്തവണ പ്രചാരണത്തിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ വർഗീയത കാർഡ് ഇറക്കുന്നതിന് പകരം ഇത്തവണ ദേശീയ തലത്തിലുള്ള വികസനം മുൻനിർത്തി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം മുൻനിർത്തി മോദി പ്രഭാവം, മോദിയുടെ ആ ഒരു കരിഷ്മ ഉപയോഗിച്ച് മാത്രമായിരുന്നു ഇത്തവണ കർണാടകയിൽ BJP ജനവിധി തേടുന്നത്. അതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത് BJPക്ക് വന്ന ചില പാളിച്ചകളാണ്. പ്രധാനമായും വന്നത് ഈ സിദ്ധരാമയ്യ സർക്കാർ 2018 സിദ്ധരാമയ്യ സർക്കാരിൻ്റെ പല ജനപ്രിയ നയങ്ങളും ഇവർ ഇല്ലാതെയാക്കി. തുടർന്ന് അത്തരത്തിലുള്ള നല്ല നയങ്ങൾ അല്ലെങ്കിൽ നല്ല പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ BJPക്ക് അവിടെ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം, ഏറ്റവും ഒടുവിലായി കൊണ്ടുവന്ന പല രീതിയിലുള്ള അധികാര നയങ്ങളും എത്രത്തോളം BJPക്ക് തിരിച്ചടിയായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ പ്രധാനമായും വരുന്നത് സംവരണ നയമാണ്. മുസ്ലിം സംവരണം എടുത്തു മാറ്റുന്നു. ഇത് 4% സംവരണം മാറ്റി പിന്നാക്ക സമുദായത്തിൻ്റെ സംവരണത്തിലേക്ക് മുസ്ലിങ്ങളെ ഉൾപ്പെടുത്തിയതെല്ലാം വലിയ രീതിയിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന തലത്തിൽ BJPക്ക് ഒരു മുഖമില്ല നിലവിൽ. യെദ്യൂരപ്പയായിരുന്നു എല്ലാ കാലത്തും BJPയുടെ പ്രഭാവമായ അല്ലെങ്കിൽ BJPയുടെ കർണാടകയിലെ മുഖം. എന്നാൽ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അത്തരത്തിൽ എടുത്തു പറയാൻ ഒരു മുഖം BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ഇന്ന വ്യക്തിയാണ് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പോലും പറയാനൊരു മുഖമില്ല. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ആവർത്തിക്കുന്നത് പോലെ തന്നെ മോദിയുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ മോദിയുടെ കരിഷ്മ ഉപയോഗിച്ചാണ് ഇത്തവണയും BJP അവിടെ വോട്ട് തേടിയത്. പ്രധാനമായും BJPക്ക് അവിടെ വെല്ലുവിളിയാവുന്നത് ഒന്ന് ഈ സംവരണ നയത്തിൽ കൊണ്ടുവന്ന പാളിച്ചയാണ്. മറ്റൊന്ന് ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ളവരുടെ വിഷയങ്ങളാണ്. പ്രധാനമായും ഹിലാൽ വിവാദം വന്നിരുന്നു, ഹിജാബ് ഇഷ്യൂ വന്നിരുന്നു. ഇതെല്ലാം ഉടുപ്പി അടക്കമുള്ള തീരദേശ കർണാടകയെല്ലാം വലിയ രീതിയിൽ ബാധിക്കും. മറ്റൊന്ന് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ. കർണാടകയെ അടിസ്ഥാനപരമായി നോക്കുകയാണെങ്കിൽ ബംഗളൂരു എന്ന ഒരു നഗരം ഒഴിച്ചാൽ കർണാടക അടിസ്ഥാനപരമായി ഒരു കാർഷിക ഗ്രാമങ്ങൾ നിരവധിയുള്ള ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നതിൽ BJPക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇത് വോട്ടാക്കി മാറ്റാൻ, ഏത് വിധേനയും വോട്ടാക്കി മാറ്റാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെയും JDSൻ്റെയും ഭാഗത്തു നിന്നുണ്ടായത്. അടിസ്ഥാനപരമായി JDSലേക്ക് നോക്കുകയാണെങ്കിൽ മൈസൂരു ഭാഗത്തുള്ളവരെല്ലാം തന്നെ ഒക്കലിംഗ സമുദായത്തിൽപ്പെട്ടവർ, അടിസ്ഥാനപരമായി കർഷകരാണ്. ഇവരുടെ പൂർണ്ണ പിന്തുണ JDSനായിരിക്കും. ഇനി അഥവാ ഇവർ JDSന് പിന്തുണ നൽകുന്നില്ലെങ്കിൽ അത് ഗുണകരമാകുക കോൺഗ്രസിനായിരിക്കും. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇത്തരം പല പ്രശ്നങ്ങളും BJPക്ക് അകത്തുണ്ട്. ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ഈ BJPക്ക് അകത്തെ ഉൾപ്പോര് പോലും സ്ഥാനാർത്ഥി നിർണയത്തിന് വലിയ രീതിയിൽ കാലതാമസം നേരിട്ടിരുന്നു. എന്നാൽ അതിനു മുന്നേ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞിരുന്നു. അത്തരത്തിലെല്ലാം വലിയ ഉൾപ്പോര് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. പിന്നീട് BJPക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായത് ജഗദീഷ് ഷെട്ടാറിൻ്റെയും ലക്ഷ്മൺ സാവഡിയുടെയും പാർട്ടി വിട്ടതാണ്. ഇവർ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്ന് മുൻ മുഖ്യമന്ത്രിയും മുൻ ഉപമുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ഈ ഇരുവരും, ജഗദീഷ് ഷെട്ടാറും ലക്ഷ്മൺ സാവഡിയും പാർട്ടി വിടുന്നു. ഇത് ലിംഗായത്തുകൾക്കിടയിൽ, BJPയുടെ പ്രബല വോട്ട് ബാങ്കായ ലിംഗായത്തുകൾക്കിടയിൽ വിള്ളൽ വീഴ്ത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എബി.